ചൈനയുടെ ഭീഷണിയെ നേരിടാൻ മൾട്ടി ലെയർ ടി-ഡോം വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാനൊരുങ്ങി തായ്വാൻ. ദിനംപ്രതി ചൈനയുടെ കടന്നുകയറ്റങ്ങൾ തുടരുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്താതിരുന്നാൽ അത് സ്ഥിതിഗതികൾ മാറ്റിമറിക്കുമെന്നതിനാലാണ് തായ്വാൻ പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. തായ്വാൻ സർക്കാർ നിരവധി വർഷങ്ങളായി $40 ബില്യൺ അധിക പ്രതിരോധ ചെലവ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൈനീസ് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും ജനാധിപത്യ ദ്വീപിനെ സംരക്ഷിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുകയും ബലപ്രയോഗം നടത്തി അതിനെ കൂട്ടിച്ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തായ്വാനു വേണ്ടി ഒരു സുരക്ഷാവല സൃഷ്ടിക്കുന്നതിനും ദ്വീപിനും മേഖലയ്ക്കുമെതിരെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ ചെറുക്കുന്നതിനുമായി ടി-ഡോമിന്റെ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് തായ്വാൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 10-ന് ലായിയാണ് ടി-ഡോം പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന്റെ അയൺ ഡോം മിസൈൽ വിരുദ്ധ സംവിധാനവുമായി ഇതിനെ താരതമ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാന വ്യത്യാസങ്ങളുണ്ട്. അയൺ ഡോം പ്രധാനമായും ഹ്രസ്വദൂര ആയുധങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ടി-ഡോം വളരെയധികം ഭീഷണികൾ നേരിടേണ്ടി വരുമെന്ന് തായ്പേയ് ആസ്ഥാനമായുള്ള സുരക്ഷാ വിശകലന വിദഗ്ധർ ജെ മൈക്കൽ കോൾ പറഞ്ഞു. ഇത് PLA വിമാനങ്ങൾ, ബാലിസ്റ്റിക്സ് ക്രൂയിസ് മിസൈലുകൾ, അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഡ്രോണുകൾ എന്നിവയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ചുരുക്കപ്പേര് ഉപയോഗിച്ച് കോൾ പറഞ്ഞു. തായ്വാനിൽ ഇതിനകം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിൽ US നിർമ്മിത പാട്രിയറ്റ്, ആഭ്യന്തരമായി നിർമ്മിച്ച സ്കൈബോ സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കയിൽ നിന്നും നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഫയർ യൂണിറ്റുകൾ സ്വീകരിക്കുന്നതിനായി അവർ കാത്തിരിക്കുകയാണ്. ലായ് വിശേഷിപ്പിക്കുന്ന ഉയർന്ന തലത്തിലുള്ള കണ്ടെത്തലും ഫലപ്രദമായ ഇടപെടലുകളും നൽകുന്നതിനായി ടി-ഡോം ഇവയെ റഡാറുകൾ, സെൻസറുകൾ, മറ്റ് നൂതന സാങ്കേതിക വിദ്യ എന്നിവയുമായി സംയോജിപ്പിക്കും. ഈ ഡിറ്റക്ഷൻ ഉപകരണങ്ങൾ സംയോജിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാക്രമണത്തിനോ ഡ്രോൺ ആക്രമണത്തിനോ വേണ്ടിയുള്ള വ്യോമ പ്രതിരോധ മിസൈലുകൾക്ക് കാര്യക്ഷമമായ തടസ്സപ്പെടുത്തലുകളോ ഫലപ്രദമായ അഗ്നി ഏകോപനമോ വിന്യാസമോ കൈവരിക്കാൻ കഴിയില്ലെന്നും പ്രതിരോധ മന്ത്രി വെല്ലിംഗ്ടൺ വ്യക്തമാക്കി. ടി-ഡോമിൽ 2 പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരിക്കുമെന്നും തായ്പേയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി റിസർച്ചിലെ സൈനിക വിദഗ്ധനായ സുസുയുൻ പറഞ്ഞു. റഡാർ ഡേറ്റ ശേഖരിക്കുക, ഭീഷണികൾ തിരിച്ചറിയുക, ഏത് ഇന്റർസെപ്റ്റർ വെടിവെക്കണമെന്ന് തീരുമാനിക്കുക, എല്ലാ യൂണിറ്റുകളെയും ഏകോപിപ്പിക്കുക എന്നിവ ചെയ്യുന്ന ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഇതിനുണ്ടാകും. അങ്ങനെ അവ നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികരിക്കുമെന്നും സു പറഞ്ഞു. മറ്റൊരു ഭാഗം ഇന്റർസെപ്റ്റർ ലെയർ ആയിരിക്കും. വ്യത്യസ്ത ഉയരങ്ങളിൽ വരുന്ന ഭീഷണികളെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. യുദ്ധസേനകളെയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും സിവിലിയൻ കെട്ടിടങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തായ്വാൻ ഉക്രൈനിൽ നിന്നും സുപ്രധാന പാഠങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ദശകത്തിൽ തായ്വാൻ തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുകയും US ആയുധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ചൈനയുമായുള്ള ഒരു സംഘർഷത്തിൽ അത് തോക്കുകളേക്കാൾ മികച്ചതായിരിക്കും. പെട്ടെന്നുള്ള ചൈനീസ് മിസൈൽ ആക്രമണത്തെ നിർവീര്യമാക്കാൻ കഴിയുന്നത് ബീജിംഗിനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുമെന്നും സു പറഞ്ഞു. തായ്വാനിൽ പതിവായി വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക് തായ്വാനിലെ വിമാനത്താവളങ്ങൾ, റഡാർ സൈറ്റുകൾ, സൈനിക താവളങ്ങൾ എന്നിവയിലേക്ക് 3 മിനിറ്റിനുള്ളിൽ 100 കണക്കിന് മിസൈലുകൾ തൊടുക്കാൻ കഴിയുമെന്നും സു പറഞ്ഞു. ചൈനയുടെ കരയിലുള്ള 100 കണക്കിന് മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇതുകൊണ്ടാണ് ഉയർന്നു വരുന്ന ഈ വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള ഒരു സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം തായ്വാന്റെ ആവശ്യമെന്നും സു വ്യക്തമാക്കി. അത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ആവശ്യമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും എപ്പോൾ എത്തിക്കാൻ കഴിയുമെന്നതുൾപ്പെടെ തായ്വാൻ ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് ഡോളറിന്റെ US ആയുധങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പ്രിസിഷൻ ആർട്ടിലറികൾ, ലോങ് റേഞ്ച് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ, ആന്റി ബാലിസ്റ്റിക്സ്, ആന്റി ആർമർ മിസൈലുകൾ, ആളില്ലാ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ പുതിയ ബജറ്റിനൊപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇനങ്ങളുടെ ഒരു പട്ടിക പ്രതിരോധ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള പാർലമെന്റ് ഇതുവരെ ബജറ്റ് അംഗീകരിച്ചില്ല. തായ്വാൻ അമേരിക്കയിൽ നിന്ന് എന്താണ് വാങ്ങാൻ പദ്ധതിയിടുന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ സുപ്രധാനമായ US ആയുധ ഏറ്റെടുക്കലുകൾ ഉണ്ടാകുമെന്നും ലായ് പറഞ്ഞു. 2027 ആകുമ്പോഴേക്കും തായ്വാൻ സൈന്യം ഉയർന്ന തലത്തിലുള്ള സംയുക്ത പോരാട്ട സന്നദ്ധത കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.